ഷാർജയിലെ ഏറ്റവും വലിയ മസ്ജിദ് ഷാർജ മോസ്ക് 6 വർഷത്തെ ആ ഒരു പാരമ്പര്യം ചരിത്രം. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ റമദാൻ മാസം ഞങ്ങൾ വന്നത് 2ാമത്തെ ദിവസമാണ്. മാർച്ച് 2-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. ഇന്നലെ 1-ാം ദിവസം ഇവർ പറയുന്നു 3500-ലധികം ആളുകൾ ഇവിടെ ഇഫ്താറിന് വേണ്ടി എത്തിയിരുന്നു എന്ന്. ഈ അങ്കണത്തിൽ അത് 2 മില്യൺ സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ളതാണ് ഈ പ്രദേശം മുഴുവൻ. ഈ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം തായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഷാർജയിൽ. ഇത് ലേശം പൊക്ക പ്രദേശത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയിൽ കവിഞ്ഞൊരു മന്ദമാരുതൻ എപ്പോഴും ഈ റമദാനിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തികച്ചും ആസ്വാദ്യകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക്. ഈ സന്ധ്യ ജീവിതത്തിൽ നിങ്ങൾ മറക്കില്ല. ഒരു അനുഭവമാക്കി മാറ്റാൻ അത് ദൈവീകമായിട്ടുള്ള പുണ്യത്തിൻ്റെ ഒരു വശം, പ്രകൃതിയുടെ മനോഹാരിത ചൊരിയുന്ന മറ്റൊരു നിമിഷം, ഇതെല്ലാം കൂടി ചേരുന്ന ജനക്കൂട്ടത്തിൻ്റെ, ആഹാരത്തിൻ്റെ, പ്രാർത്ഥനയുടെ എല്ലാ സായുജ്യവും ഒന്നു ചേരുന്ന മുഹൂർത്തങ്ങൾ. മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ, MSSൻ്റെ ഭാരവാഹികൾ ആ നിമിഷങ്ങൾക്ക് ചാരുതയേകാൻ വേണ്ടി ഇവിടെ 100ഓളം വോളണ്ടിയേഴ്സ് ഒന്നിച്ച് ചേർന്ന് നിന്ന് ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആഹാരം കൊടുക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ലോകം കണ്ടുപിടിക്കേണ്ട ഒരു സിസ്റ്റം ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് MSS മലയാളികൾക്കെന്നല്ല ഇവിടെ വരുന്ന 100-ലധികം രാജ്യക്കാരായ ആളുകൾക്ക് ഇഫ്താർ ഒരുക്കുകയാണ്. അതിൻ്റെ ടീം ക്യാപ്റ്റൻ നമ്മുടെ മിസ്റ്റർ ഫസൽ റഹ്മാൻ. ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ഒരുക്കാൻ ഉള്ള പരിശീലനം എങ്ങനെ, തയ്യാറെടുപ്പ് എങ്ങനെ, അതൊക്കെ ഒന്ന് ചെറിയ വാക്കുകളിൽ കിട്ടിയാൽ ഇതൊക്കെ കാണുന്നവർക്ക് പ്രചോദനമാവും ഭാവിയിൽ. താങ്ക് യു. അസ്സാം വലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവശക്തന് സ്തുതി. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഒന്നോടാണ് ഈ പ്രാവശ്യം ഷാർജ മസ്ജിദ് അതോറിറ്റി MSSൻ്റെ പ്രവർത്തകരെ ക്ഷണിക്കുകയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ കാഴ്ചവെച്ച താങ്കൾ സൂചിച്ചു പോച്ച പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അത് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം സർവശക്തനായ ദൈവത്തിൻ്റെ തൃപ്തി മാത്രമാണ്. അതുവഴി കരഗതമാകുന്ന സ്വർഗമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ ഇത്രയും ആയിരക്കണക്കായ വിശ്വാസികളെ സ്വീകരിക്കാനും അവർക്ക് ഇഫ്താർ ഒരുക്കി കൊടുക്കാനും കിട്ടുന്ന അസുലഭ നിമിഷം വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ഓർഗനൈസിങ്ങിൻ്റെ പിന്നിലുണ്ട്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഘടനയും അതിന് സംഘടന സംവിധാനവും പിന്നിലുണ്ട്, കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ്. ഞാനൊരു വ്യക്തി മാത്രമാണ്. ഇത് കൃത്യമായ ഒരു ക്ലാസിക് എക്സാമ്പിൾ താങ്കൾ പറഞ്ഞതുപോലെ ലോകത്തിന് മാതൃകയാകുന്ന ഒരു ടീം വർക്കാണ് ഇവിടെ കാണുന്നത്. ആ ടീം വർക്ക് പടച്ചവൻ്റെ സ്തുതിയോടുകൂടി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തുടരും. ഇനിയും 10-28 ദിവസം കൂടി ബാക്കിയുണ്ട്. ഞങ്ങളുടെ ശക്തമായ സാരഥികൾ ഇതിന്റെ പിന്നിലുണ്ട്. ചെയർമാനും ക്യാപ്റ്റനും എല്ലാവരും കൂടി ഇവിടെ എത്ര മണിക്ക് എത്തും, എത്ര മണിക്ക് തയ്യാറെടുപ്പ് തുടങ്ങും, സുപ്ര വിരിച്ചു തുടങ്ങുന്ന എപ്പോൾ, ഫുഡ് എപ്പോൾ വരും, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞങ്ങൾ അസറോട് കൂടി മിക്കവാറും വാളണ്ടിയേഴ്സ് എല്ലാം ഈ മസ്ജിദിലുണ്ടാവും. അസർ നിസ്കാരാനന്തരം ഇവിടെ ഉണ്ടാവും. ഭക്ഷണം എത്തുന്നത് അവർ 2 കണ്ടെയ്നറിലായിട്ടാണ് എത്തുന്നത്. അത് 2 കണ്ടെയ്നർ ഒരു 3:30 ഇവിടെ സംഗതി ഉണ്ടാവും, ഭക്ഷണം ഇവിടെ ഉണ്ടാവും. അത് 2 ടീമായിട്ടാണ്. ഒരു ടീം അത് ഇറക്കാനായിട്ട്, ഹാൻഡ് ലോഡ് ചെയ്യാനായിട്ട്, പിന്നെ മറ്റൊരു ടീം ഈ സുപ്ര വിരിക്കുകയും ഭക്ഷണങ്ങൾ ഒരുക്കി കൃത്യമായ ലൈനോട്. ഇതിനെല്ലാത്തിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു കണക്കും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ചിട്ടശ്രദ്ധയുമാണ് ഓരോ ലൈനിൽ എത്ര പേരെന്നുള്ളത്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ടൊരു ഒരു രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏകദേശം 200 ആൾക്കാർ നമുക്ക് അപ്പോൾ നമ്മളൊരു 3,000 ഉണ്ടായിരിക്കും. എങ്കിലും ഒരു 4,000 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഥവാ ഫുഡ് കുറഞ്ഞാൽ അവർ നെക്സ്റ്റ് ഡേ അത് ഇമ്പ്രൂവ് ചെയ്യും. മിക്കവാറും ഈ വീക്കെൻഡിൽ 4,000-ൽ കൂടും. ഫുഡ് കരുതിക്കോ. നമ്മുടെ ഷാർജ ഔക്കാഫിനോടും ഷാർജ ഗവൺമെന്റിനോടും MSSനുള്ള കടമയും കടപ്പാടും നമ്മൾ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. കാരണം അവർ ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാനായിട്ട് അതിലൊരു ഭാഗമാക്കാവാൻ MSSന് കഴിയുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതുകൂടി പങ്കുവയ്ക്കും. ഇവരുടെ ആതിഥേയത്വം സ്വീകരിക്കുന്നതിനപ്പുറം ഇവിടെ വരുന്നവരെ ഓരോരുത്തരെയും നിരാശരാക്കാതെ എല്ലാവർക്കും ഉള്ള ആഹാരം കൃത്യമായി വീതിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ട് UAE-യിലുള്ളവരെല്ലാം ഒരു ദിവസമെങ്കിലും ഈ പള്ളിയിൽ വന്ന് ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു മനോഹാരിത ഈ അന്തരീക്ഷത്തിനുണ്ട്. പ്രകൃതിയുടെ ലാവണ്യം, ഇവിടുത്തെ ഈ പറഞ്ഞ നേരത്തെ കാറ്റ് വീശുന്നതിൻ്റെ 23 വർഷത്തിനിപ്പുറമാണ് ഇത്രയും സുഖശീതളമയുള്ള റമദാൻ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇനി 10-12 വർഷം ഇതുണ്ടാകുമെന്നാണ് കാലാവസ്ഥയുടെ കണക്കുകൂട്ടൽ. ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഫെബ്രുവരിയിലേക്ക്, പിന്നെ ജനുവരിയിലേക്ക്, ഡിസംബറിലേക്ക്, നവംബറിലേക്ക്, ഒക്ടോബറിലേക്ക് പോകുന്നതിനിടയിൽ ഒരു 12 വർഷം 13 വർഷം നമുക്ക് നല്ല കാലാവസ്ഥ കിട്ടും. അതിൻ്റെ ഏറ്റവും സുന്ദരമായ കാലാവസ്ഥയുടെ റമദാൻ്റെ 1-ാം പാദം എന്ന് പറയുന്ന ആദ്യത്തെ 10
ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ 2 ദിവസം തന്നെ ഏറ്റവും നല്ല കാലാവസ്ഥയിലേക്ക് പോവുകയാണ്. ആസ്വാദ്യമാക്കാൻ ഈ ഷാർജ മോസ്കിൽ ഇത് കൃത്യമായി ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മലീഹ റോഡിനും എമിറേറ്റ്സ് റോഡിൻ്റെ ഇൻ്റർസെക്ഷനായിട്ട് വരും. ഇവിടെ നിന്നാലും കാണാം അൽത്തായി എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു ദിവസമെങ്കിലും എത്തി ഇത് ആസ്വദിക്കണം എന്ന് ഞങ്ങൾ ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങളിതൊക്കെ ഇത്രയും കൃത്യമായി ചെയ്ത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങൾക്ക് പ്രതിഫലം തരുന്നില്ല. നിങ്ങൾക്കുള്ള പ്രതിഫലത്തിൻ്റെ കണക്കുകൂട്ടലെല്ലാം അത് ഈ ലോകത്തിനപ്പുറമുള്ളൊരു രീതിയിലാണെന്ന് മനസ്സിലാക്കുന്നു. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തുടർന്നും പോകട്ടെ. ആയിരങ്ങൾക്ക് അത് ആശ്വാസമാവട്ടെ. ദുബായ് വാർത്തയോട് നമ്മുടെ സ്നേഹവും കടപ്പാടും ഇതോടൊപ്പം അറിയിക്കുന്നു. കാരണം മറ്റുള്ളവർക്കും കൂടി പ്രചോദനമായിട്ടുള്ള ഒരു അവസരം കൂടി ആയിരിക്കട്ടെ ഈ നിങ്ങളുടെ ഈ വരവും ഈ കാണുന്ന മറ്റുള്ള മീഡിയ കാണുന്ന പ്രചരണം മറ്റൊക്കെ ആവട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഷാർജ ഗവൺമെൻറ്റിനോട് മറ്റുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഈ പള്ളി ഓപ്പണാണ്. എല്ലാവർക്കും ഈ അങ്കണത്തിലേക്ക് വരാം. എല്ലാ ജാതി മത പ്രാദേശികമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ കണ്ടാണ് ഇവിടെ അറബികളൊക്കെ നമ്മുടെ മലയാളി വോളണ്ടിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അവർ ഇതിങ്ങനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ചെയർമാനും ക്യാപ്റ്റനും വൈസ് ചെയർമാനും പിന്നെ ഒരു 100 അംഗ സംഘവും. നമ്മുടെ ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാൻ പേരെന്താ? അബ്ദുൽ ജബ്ബാർ. മോഡൽ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ 4 വർഷങ്ങളായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് അവസരം നൽകിയ ഷാർജ ഇസ്ലാമിക് അഫയേഴ്സിനുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ MSS അറിയിക്കുകയാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.